I have some all the proof, some all the chats of Kodaikanal Suresh and Anas, that is KC Venugopal's PS. He introduced me to KC. I gave the money to him in front of KC. ഹരിയാനയിൽ എങ്ങനെയാണ് കോൺഗ്രസ് തോറ്റത്? അതിനുള്ള ഉത്തരവുമായി ഹരിയാനയിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് വാർത്താ സമ്മേളനം നടത്തുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്തു. ഹരിയാന മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് തിരുവനന്തപുരത്ത് വന്ന് വാർത്താ സമ്മേളനം നടത്തിയത് DGPക്ക് പരാതി കൊടുത്തത്. എന്താണ് പരാതി എന്നല്ലേ? സീറ്റ് വാഗ്ദാനം ചെയ്ത് ഗൗരവ് കുമാറിൽ നിന്ന് ഭാര്യയ്ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു കോൺഗ്രസ് നേതാക്കൾ. എന്തിനാണ് കേരളത്തിലേക്ക് വന്നത്? കേരളത്തിൽ നിന്നുള്ള MP മാരാണ്. ഒരാൾ കൊടിക്കുന്നിൽ സുരേഷ് വാങ്ങിയത് 1,60,00,000 രൂപ. 1,60,00,000 രൂപയാണ്. KC വേണുഗോപാലിൻ്റെ PA അനസ് പണം വാങ്ങിയിട്ടുണ്ട്. കണക്കുകൾ പറയുകയാണ്, വാട്സപ്പ് സന്ദേശം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകളും മാധ്യമപ്രവർത്തകർക്ക് നൽകി. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധിയുടെ PA, സോണിയാഗാന്ധിയുടെ PA തുടങ്ങിയ ആളുകൾ എല്ലാവരും ചേർന്ന് 7 കോടിയോളം രൂപയാണ് ഗൗരവ് കുമാറിൽ നിന്ന് മാത്രം വാങ്ങിയത്. വൻ തുകയാണ് സീറ്റ് നൽകുന്നതിന് വേണ്ടി വിവിധ വ്യക്തികളിൽ നിന്ന് കോൺഗ്രസ് സമാഹരിച്ചത് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഒരു സീറ്റിന് ഇത്ര പണം കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ സീറ്റ് ലഭിക്കുമായിരുന്നുള്ളൂ. ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഇത്തവണ ഹരിയാനയിൽ ജയിക്കേണ്ടതാണ്. BJPയുടെ 10 വർഷത്തെ ഭരണം ജനങ്ങൾ മടുത്തിരുന്നു. വലിയ മുന്നേറ്റം, കർഷക മുന്നേറ്റം അവിടെ നടന്നിരുന്നു. അപ്പോഴാണ് പണം വാങ്ങി ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്ക് സീറ്റ് നൽകിയത്, വിജയ സാധ്യത പരിഗണിക്കാതെ. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് KC വേണുഗോപാൽ അടക്കമുള്ളവർ തട്ടിയെടുത്തത് എന്നാണ് ഗൗരവ് കുമാർ പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള MP മാരാണ്. പ്രിയങ്ക ഗാന്ധിയും കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും ഉൾപ്പെടെ എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവർ. അതുകൊണ്ടാണ് കേരള DGPക്ക് പരാതി നൽകിയത് എന്നാണ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഗൗരവ് കുമാർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. I am Gaurav Kumar from Haryana. I came here to register the complaint against Priyanka Gandhi Vadra and Kodaikanal Suresh and KC Venugopal. They are bluffing the party workers. From last 56 years, me and my family was in party, and my heart is very full of sorrow that after 56 years, any person from the party is leaving the Congress. My wife is the State General Secretary in Mahila Congress Haryana. KC Venugopal, Kodaikanal Suresh, and they took the money for the MLA ticket of Babal seat in Haryana. But after 1.5 years till, they have not returned it. And they took the money in their account, parliamentary salary account, Kodaikanal Suresh, and in cash also. I have some all the proof, some all the chats of Kodaikanal Suresh and Anas, that is KC Venugopal's PS. He introduced me to KC. I gave the money to him in front of KC for the ticket. They promised me that you have not to lose the seat, we are giving the ticket. For that, in the campaigning also, I spent many lakhs rupees. And now the total amount is of 7 CR, which I had given to Priyanka Gandhi's PA Sadab Khan in 10 Janpat. Sonia Gandhi's PA Mahesh also in 10 Janpat. എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ പണമുണ്ടാക്കുന്നത് എന്നും എങ്ങനെയാണ് സീറ്റ് കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നത് എന്നും അത് വെളിച്ചത്ത് വരികയാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റത്? കോൺഗ്രസ് ജയിക്കുക എന്നത് ഇവരുടെ ആരുടെയും ലക്ഷ്യമേ അല്ല. പരമാവധി പണം സമ്പാദിക്കുക, സീറ്റ് വിറ്റ് പണം നേടുക, ഇതാണ് ഓരോ കോൺഗ്രസ് നേതാവിൻ്റെയും ലക്ഷ്യം എന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ഏതായാലും ഗൗരവ് കുമാർ കേരളത്തിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും ഇത് പ്രധാന വാർത്തയല്ല. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ഈ ഗുരുതരമായ ആരോപണം കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നതാണ് കാണുന്നത്. എന്തൊരു ദയനീയമായ അവസ്ഥ! അതല്ലെങ്കിൽ എത്രമാത്രം ദാസ്യപ്പണിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി.